മുഹമ്മദ് മുസ്തഫ പുണ്യ മദീനയിൽ വരികയാണ്. മദീനയിൽ വന്ന് അവിടുന്ന് ആദ്യമായി മദീനക്കാരോട് സംസാരിക്കുന്നത് 4 കാര്യങ്ങളെ കുറിച്ചാ. അതാണ് ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. 4 കാര്യങ്ങളാ ആദരവായ തിരുദൂതർ പറയുന്നത്. അത് ശിർക്കല്ല, അത് തൗഹീദിനെ കുറിച്ചല്ല, അത് മരണത്തെ കുറിച്ചല്ല, അത് നരകത്തെ കുറിച്ചല്ല, അത് ലോകാവസാനത്തെ കുറിച്ചല്ല, അത് പരലോകയാത്രയെ കുറിച്ചല്ല, അത് മഹ്ശറയെ കുറിച്ചല്ല, അത് മീസാനിനെ കുറിച്ചല്ല, അത് സിറാത്തിനെ കുറിച്ചല്ല, അത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളല്ല, രോമാഞ്ചജനകമായ ഇൻസ്പിരേഷൻ കഥകളല്ല. 4 കാര്യങ്ങളാ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത്. അതാണ് ജീവിതത്തിന്റെ മാർഗദർശനം, ജീവിതത്തിന്റെ ദർശനം. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരത്തേക്ക് പുണ്യനബിയുടെ പാലായനം നടക്കുകയാണ്. മക്കയുടെ ഹിറാ ഗുഹരത്തിൽ നിന്ന് അല്ലഗാർ സൗറിന്റെ ഗുഹാമുഖത്ത് നിന്ന് 19 ഇറങ്ങി വരികയാണ് റസൂലുള്ളാഹി. മക്കയുടെ അതിർത്തി കടക്കുന്നതിന്റെ മുമ്പ് അബൂബക്കർ തങ്ങള് ഹബീബിന്റെ മുമ്പിലാ, ചിലപ്പോ പുറകില, ചിലപ്പോ വലഭാഗത്താ, ചിലപ്പോ ഇടഭാഗത്താ. അതാ പെട്ടെന്ന് സുറാഖത്തുബ്നു മാലിക് എന്ന് പറയുന്ന ഒരാൾ കുതിരയും പായിച്ചോടി വരികയാണ്. പരിശുദ്ധ പ്രവാചകന്റെ നേരെ ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാണ്. 100 ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നത്? അവർക്ക് 100 ഒട്ടകമാ, 100 മെഴ്സിഡസ് ബെൻസ് കാറാണ്. ഇന്നൊരാളുടെ തലയെടുക്കാൻ എന്തിനാ ബെൻസ് കാറ്? എന്തിനാണ് ഒരു ബുള്ളറ്റ്? ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ തലയെടുക്കാൻ കഴിയുന്ന കൊട്ടേഷൻ ടീമുകളുള്ള ഒരു തീപ്പെട്ടിയുടെ പേരിൽ ഒരു മനുഷ്യനെ കൊന്ന നാടാണ് കേരളം. പ്രിയപ്പെട്ടവര്, 100 ഒട്ടകം എന്ന് പറഞ്ഞ ഇന്നത്തെ 100 മെഴ്സിഡസ് ബെൻസ് കാറാ മുഹമ്മദ് മുസ്തഫയുടെ തലയെടുക്കുന്നവർക്ക്. സുറാഖ ഹബീബായ റസൂലുള്ളാഹ് തങ്ങളുടെ തൊട്ടപിറകിലെത്തി 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയ പരിശുദ്ധ പ്രവാചകർ കൊലപ്പെടാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സിദ്ദീഖ് തങ്ങളങ്ങ് ചേർത്തു പിടിച്ചു. ഏത് പ്രതിസന്ധിയിലും കൂട്ടായി നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, പ്രതിസന്ധി വേളയിൽ തള്ളിപ്പറയുന്ന ആളുകളല്ലേ നമ്മള്. ഏത് ബന്ധങ്ങളും തകർന്നു പോകാൻ ഒരു പ്രതിസന്ധി വന്നാ പോരെ പ്രിയപ്പെട്ടവരെ? പിന്നെ കൂട്ടൊക്കെ ഒഴിഞ്ഞു പോകൂലേ പ്രിയപ്പെട്ടവരെ? ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശത്രുവിന്റെ കുതിരക്കുളം കേൾക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖകമലങ്ങളില് ഒരു പുഞ്ചിരി വിരുന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹര മനോഞ്ചമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പുഞ്ചിരി തൂവുകയാണ്. വാളിന്റെ തലപ്പിന്റെ തിളക്കം കാണുമ്പോഴോ പുഞ്ചിരിക്കുന്ന പുണ്യനബിയുടെ മുഖം കണ്ടോ നിങ്ങള്? ഒരു ടെൻഷൻ വരുമ്പോഴേക്ക് നിരാശപ്പെടുന്ന, ഒരു രോഗം വരുമ്പോഴേക്ക് ടെൻഷൻ അടിക്കുന്ന, ഒരാക്ഷേപം കേൾക്കുമ്പോഴേക്കും തളർന്നു പോകുന്ന, എവിടെയെങ്കിലും ഒരു കൊല കേൾക്കുമ്പോഴേക്കും വല്ലാതെ ഭയവിഹ്വലരാകുന്ന മുസ്ലിമേ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഈ ടെൻഷൻ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സുഖിക്കേണ്ട സിദ്ദീഖ്, ഭയം വേണ്ട സിദ്ദീഖ്, അല്ലാഹു കൂടെയുണ്ട് സിദ്ദീഖ്, പടച്ചവൻ കൂടെയുണ്ട് സിദ്ദീഖ്. ഇവിടെ അല്ലാഹു മുസ്ലിങ്ങളോട് കൂടെയുണ്ടോ ഇല്ലതേ എന്നാണ് പ്രശ്നം. അമുസ്ലിം സഹോദര, നിന്റെ കൂടെ ദൈവമുണ്ടോ എന്നതാണ് പ്രശ്നം. മുസ്ലിമേ, നിന്റെ കൂടെ അല്ലാഹുണ്ടോ എന്നതാണ് പ്രശ്നം. കുതിരയുടെ 2 കാലുകൾ അങ്ങ് താഴ്ന്നുപോയി, കുതിര അങ്ങ് അമറി.
സുറാഖയെ തള്ളിത്താഴേക്കിട്ടു. എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആ സുറാഖ പറഞ്ഞു, മുഹമ്മദ്, ഞാൻ നിന്റെ തലയെടുക്കാൻ വന്നതാ, ഇനി ഞാനത് ചെയ്യുന്നില്ല, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ നീ? കണ്ട, കുടുങ്ങിയ നേരത്തെ ദുആയെടുക്കാൻ പറ്റുമോന്ന്. നമ്മൾ ഈ മുജാഹിദീങ്ങളൊക്കെ അങ്ങനെ, ഇവിടെ പിന്നെ അതില്ലാത്തോണ്ട് പറയില്ല. പകലൊക്കെ ഭയങ്കര വിമർശനമായിരിക്കും, പക്ഷെ രാത്രി ആരും കാണാതെ മന്ത്രിച്ചൂതാൻ വേണ്ടി പോകും. കുടുങ്ങിയ നേരത്തെ എല്ലാവരും ചെയ്യും. ഇയാൾ ചോദിച്ചു, ഒന്ന് ദുആയെടുക്കും. തന്നെ കൊല്ലാൻ വന്ന ശത്രുവിന് വേണ്ടി ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. ശത്രുവിന് വേണ്ടി ദുആയെടുത്തു. കുതിരയുടെ കാല് പുറത്തേക്ക് വന്നു. വീണ്ടും ചിരിച്ചുകൊണ്ട് പുണ്യനബി നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ സുറാഖയുടെ മനസ്സിൽ തോന്നിക്കാണണം, 100 ചുമന്ന ഒട്ടകമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കണ്ട, മനുഷ്യനെ പലപ്പോഴും കീഴ്പ്പെടുത്തിക്കളയും പിശാച്. നന്മ ചെയ്തവനെതിരെയും തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും ചിലപ്പോൾ പിശാച്. സുറാഖ വാളെടുത്തു, കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു. കുതിര ഓടുകയാണ്. പുണ്യനബിയുടെ തൊട്ട പിറകിലെത്തി ഊരിപ്പിടിച്ച വാളിന്റെ ശീൽക്കാരം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവിടെയാണ് അല്ലാഹ് ഇടപെടുന്നു. കുതിരയുടെ കാല് വീണ്ടും ഉള്ളിൽ. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കുതിരക്കാല് അങ്ങനെ പോകൂല മരുഭൂമിയിൽ. അതിനുള്ള ടെക്നോളജിയാണ് അള്ളാഹു അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും താഴ്ന്നുപോയി. കുതിര കിടന്ന് അമറി ശരീരം കുലുക്കി സുറാഖത്ത് ബിൻ മാലിക്കിനെ തള്ളിത്താഴയിട്ടു. ദുആ ചെയ്യാൻ പറഞ്ഞു. മുഹമ്മദേ, ഒന്ന് ദുആക്ക് തെറ്റുപറ്റിയതാ. രണ്ടാമത്തെ തവണയും ശത്രുവിന് വേണ്ടി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ദുആ ചെയ്യുകയാ. മുസ്ലിമേ, മതത്തിന്റെ പുറത്തുള്ള ശത്രുവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇടയിൽ കുടുംബക്കാരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? മഹല്ല് ജമാഅത്തെ ഒരാളോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? അവനെ കല്യാണത്തിന് വിളിച്ചില്ല, ഇനി അവന്റെ കല്യാണത്തിനുള്ള പോകില്ല എന്ന് പറയുന്ന മുത്തക്കിങ്ങളല്ലേ ഊരള്ളൂരിലുള്ളത്? അല്ലേ? കല്യാണത്തിന് ക്ഷണിക്കാൻ മറന്നതിന് ഒരാഴ്ച മുമ്പ് വിളിച്ചില്ല എന്ന് പറഞ്ഞ ശത്രുക്കളാണ്. എന്നിട്ട് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് ഇങ്ങനെ വിത്ർ നിസ്കരിക്കുക, എന്നിട്ട് മക്കത്ത് പോയി കഅബ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ദ്വയരക്കുക. പടച്ചോൻ പറയണ്ടോ, ഒന്ന് പോടറുക, എന്തൊട്ട് പോടറുക എന്ന് പറയണ്ടോ? അപ്പൊ ആ ഇസ്ലാമിനോട് നിർത്തിക്കാളി. മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഇസ്ലാമും വേണ്ടട്ട. മാധവ സേവയാണ് മാധവ സേവ. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരുത്തന്റെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ആണ്ട് ഉറപ്പിച്ചോളി. ഞാൻ ഇത് 4 പറയുമ്പോ അതിൽ വരും. അവസാനം വരെ ഇരുന്നാ മതി. അമ്മായിമാര് തഹജ്ജുദ് വിത്ർ 90 നോമ്പൊക്കെ നോൽക്കും, മഗ്‌രിബായ തസ്ബീഹ് കേലും. പക്ഷെ മരുമകളെ പാമ്പിനെ കുത്തണ മാതിരിയാണ് കുത്തുക. മരുമക്കൾ കരുതുണ്ടാകും, പഠിച്ചവനെ പറഞ്ഞു കൊടുക്കുന്നു. അണുക്കള് 2 മിനിറ്റ് കഴിയട്ടെ, ഞാൻ വേറെ തിരണ്ടിട്ടാണ്. മോമിനികളെ, നമ്മൾ ജനങ്ങൾക്കിടയിൽ എന്തൊരു സോഫ്റ്റ്നെസ് വരാത്ത എന്താണ്? ഇബാദത്തിനും പള്ളിക്കൊന്നും ഒരു കുഴപ്പമില്ല. എത്ര പള്ളിയെ ഉദ്ഘാടനം ചെയ്യുന്നത്, പുതിയ പള്ളി, 1 കോടി രൂപയുടെ പള്ളിയൊക്കെ ഉദ്ഘാടനം. പക്ഷെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു എന്താ പറയാ ഒരു നൈർമല്യമില്ല. ഒന്ന് ചിരിക്കാൻ പോലും ആൾക്കാർ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം എടുക്കുമല്ലോ. ഇതാണ് ഇപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞ ഈ കോപ്പ് മതം അല്ലേ? ആ മതത്തെ കുറിച്ചാ പറഞ്ഞു, യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. ഇനി ഒരൊറ്റ മുസ്ലിം ആവും നിങ്ങൾ ധരിക്കണ്ട. നമ്മുടെ അടുത്ത് സിംബോളിക് ഇസ്ലാമേ ഉള്ളൂ, കൾച്ചർ ഇസ്ലാമേ ഉള്ളൂ, സ്പിരിച്വൽ ഇസ്ലാം ഇല്ല. അതിനെവിടെ നിങ്ങളുടെ കുഴപ്പമില്ല. ഇന്നമാതിരി വേള് പറഞ്ഞവർക്ക് കുഴപ്പം, നിങ്ങൾക്ക് ഖബർ പറയാനല്ലേ സമയമുള്ളൂ, ലൈഫിനെ കുറിച്ച് പറയണില്ലല്ലോ. ഖബർ പറയാ, കരയാ, പിറ്റേന്ന് സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുക. പിറ്റേന്നൊരു മൂമിനെ ഊരള്ളൂരിൽ ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ അറബിയുടെ കട്ടുകൊടുന്നാന്ന് പറയാ. ഇതാണ് ഇപ്പൊ മുസ്ലിം. അവർ കേൾക്കട്ടെ, നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടാവും, കേൾക്കട്ടെ. നാളെയെങ്കിലും ഒരു അഭിനയിക്കല്ലോ നമ്മള് നന്നായിട്ടൊക്കെ. അള്ളാഹു നമുക്ക് നല്ല സ്വഭാവം തരട്ടെ. രണ്ടാമത്തെ തവണ പുണ്യനബി ദുആ ചെയ്തു. കുതിരയുടെ കാല് പുറത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങി 2, 3, 4, 5, 6 അടി വെച്ചു. പുണ്യനബി തിരിഞ്ഞു നിന്നു. സുറാഖയുടെ മുഖത്തേക്ക് നോക്കി. പുണ്യനബിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വീണ്ടും, നേരത്തേക്കാൾ പ്രസാദ മധുരമായ പുഞ്ചിരി.
പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവ് പോലെ പുണ്യനബി പുഞ്ചിരിക്കുകയാ. എന്നിട്ടൊരു വാക്കാണ് കൈഫ ബികയ സുറാക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. കൈഫ ബിക യാ സുറാക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സുറാക സുറാക, നിന്റെ കയ്യിൽ കിസ്റയുടെ 2 തങ്കത്തരിവളകൾ വരുന്ന ദിനത്തെ എന്തായിരിക്കും നിന്റെ അവസ്ഥ? സുറാക, ഊരള്ളൂരുകാരെ, പുണ്യനബി എന്താ പറഞ്ഞതെന്നറിയുമോ? ആ കാലഘട്ടത്തിൽ വലിയ സൈനിക ശക്തിയായ, സാമ്പത്തിക ശക്തിയായ, ഇമ്പീരിയലിസ്റ്റുകളായ കിസ്റായുടെ കൊട്ടാരത്തില് രത്നവും ഗോമേതകവും മരതകവും വജ്രവും വൈഡൂര്യവും പവിഴവും മുത്തും സ്വർണവും വെള്ളിയും പതിച്ച കിസ്റാ രാജകീയ ദർബാർ കൂടുമ്പോ കയ്യിലണിയുന്ന രാജകീയ അടയാളമായ 2 വള, അത് മക്കയിലെ പരമദരിദ്രനായ പാവപ്പെട്ട സുറാക, നിന്റെ കയ്യിൽ വരുന്നൊരു സുപ്രഭാതം വരാനിരിക്കുന്നുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഊരള്ളൂരുകാര് അമേരിക്കയിലെ വൈറ്റ് ഹൗസില്, വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസില്, എന്താണ് ചങ്ങായിയുടെ പേരെന്തിട്ടാണ്? കുഞ്ഞഹമ്മദ് അല്ല, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പേരെന്താണ്? ഒരാൾക്കും അറിയാത്ത പോലെ എന്തൂട്ടിരുത്താണ് ട്രംപ്. അദ്ദേഹം ഇരിക്കുന്ന കസേര ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊട്ട് പറയുമ്പോ നിങ്ങൾ എന്തൊട്ട് പറയും? ഇയാൾക്ക് പിരാന്താന്ന് പറയില്ലേ? പറയൂലേ? കാരണം നടക്കാത്ത, ഒരിക്കലും നടക്കാത്ത കാര്യമില്ലേ? പല കാരണങ്ങൾ നടക്കൂല, സമയമില്ലാത്തോണ്ട് വിശദീകരിക്കുന്നില്ല. പല കാരണത്താൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ നമുക്ക് പറ്റൂല. അത് നമ്മൾ അമേരിക്ക സിറ്റിസൺ അല്ല. അവിടുത്തെ 2 മികച്ച രാഷ്ട്രീയ പാർട്ടികളായ റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രാറ്റ് ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്ത് നിരവധി പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ്, ഇലക്ട്രൽ പ്രോഗ്രസ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റൂല. അതിനേക്കാൾ അസാധ്യമായ, അസംഭവ്യമായ കാര്യമാണ് കിസ്റയുടെ കൊട്ടാരത്തിലെ തങ്കത്തരിവളകൾ ദരിദ്രനായ സുറാക്കയുടെ കയ്യിൽ വരുന്ന പ്രഭാതം. സുറാക്ക എന്ന വാക്ക് കേട്ടപ്പോ, വളയെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോ തരിച്ചു നിന്നുപോയ സുറാക്ക ചോദിച്ചു, മുഹമ്മദ്, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകനായ കിസ്റയുടെ വളയെ കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലാതെ ഏതെങ്കിലും ലോക്കൽ കൺട്രി ഫെലോ കിസ്റയെ കുറിച്ചാണോ? നഅം, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വള നിന്റെ കയ്യിൽ വരും. പ്രവചന സ്വഭാവമുള്ള വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് പോവുകയാണ്. ചരിത്രം കറങ്ങിപ്പോയി. പുണ്യനബി വഫാത്തായി, അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ തങ്ങളുടെ കാലഘട്ടം. കിസ്റ കൊട്ടാരത്തിൽ കയറിയ മുസ്ലിം പട്ടാളം അക്രമിയായ ഭരണകൂടത്തെ കീഴ്പ്പെടുത്തുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തപ്പോൾ ഗനീമത്ത് മുതലായി കിട്ടിയ ഈ തങ്കത്തരികളുകൾ മദീനയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് മുസ്ലിമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കം ഫത്ഹിന്റെ നാളിൽ. നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ കാരണം, ഈ വിഷയത്തിന്റെ 2ാം പാർട്ട് പലപ്പോഴും പ്രഭാഷകന്മാർ പറയാറില്ല. മുത്തുനബിയെ ആക്രമിക്കാൻ സുറാഖ ചെന്നു എന്നിടത്ത് വെച്ച് നിർത്തും. അവിടെ നിന്നങ്ങോട്ട് ചരിത്രത്തിൽ സുറാഖയ്ക്ക് റോളില്ല, ആ യാത്രയിൽ റോളില്ല. പക്ഷെ സുറാഖ മുസ്ലിമായിട്ടുണ്ട് മക്കം ഫത്ഹിന്റെ നാളില്. ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വളയങ്ങ് ഒരു വടിയിൽ കുത്തിപ്പൊക്കിയിട്ട് പറഞ്ഞു, അയിന സുറാഖ, സുറാഖ എവിടെ? സദസ്സിന്റെ പിറഭാഗത്ത് നിന്ന് സുറാഖ നിലവിളിച്ചോടിയെത്തി. വിതുമ്പലടക്കാൻ കഴിയാതെ ആ വളകൾ ഏറ്റുവാങ്ങി. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കയ്യിലിരുന്ന് തങ്കത്തരിവളകൾ വിറച്ചു. അവിടെ നിന്ന് വിലപിച്ചു പറഞ്ഞു, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. ആദരവായ റസൂലുള്ളാഹിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചന സ്വഭാവമുള്ള വർത്തമാനം. കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ.
നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയ ചരിത്രം ഞാൻ പൂർത്തീകരിച്ചതാണ്. പുണ്യനബി മദീനയിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ ഖുബാ പള്ളിയുടെ സമീപത്ത് അൻസാറുകൾ കാത്തു നിൽക്കുകയാണ്. ഇസ്ബിന് അബ്ദുസ്സലാം എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ ഈ തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. പുണ്യനബിയുടെ ഖസ്വ മദീനയിൽ എത്തിച്ചേരുകയാണ്. കൊച്ചുകുട്ടിയുടെ വിരലുകള് ദഫിന്റെ പ്രതലങ്ങളിൽ താളമിട്ടു. അവരുടെ സ്വനപേടകങ്ങളിൽ നിന്ന് പ്രവാചക പ്രകീർത്തനത്തിന്റെ പൂമഴ പെയ്തിറങ്ങാൻ തുടങ്ങി. وجب شكر علينا مدى لله دا. പെണ്ണുങ്ങൾ മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോ കൊച്ചുകുട്ടികൾ താളമിട്ട് പുന്നാര നബിയെ സ്വീകരിക്കുമ്പോ ഇസ്ബിന് അബ്ദുസ്സലാം ഇതിന്റെ പനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി മാറി നിന്ന് നോക്കുകയാണ്. താൻ പൂർവ്വവേദങ്ങളിൽ കണ്ട അതേ നേതാവാണോ ഇത്? ലക്ഷണമൊത്ത പ്രവാചകനാണോ ഇത്? പക്ഷെ ഇസ്ബിന് അബ്ദുസ്സലാം ശ്രദ്ധിച്ചത് എന്താണ് പ്രവാചകൻ ഇവരോട് ആദ്യമായി സംസാരിക്കാൻ പോകുന്നത്? അത് പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും മുഹമ്മദ് പറയാൻ പോകുന്നത്? അതെ, ഓരോരുത്തരും പറഞ്ഞു, നബിയേ എന്റെ വീട്ടിൽ താമസിക്കൂ നബിയേ. ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും. ആദരവായ നബി പറഞ്ഞു, എന്റെ ഖസ്വ ഇത് സാധാരണ ഒട്ടകമല്ല. ഈ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുക. ഒട്ടകത്തെ വെറുതെ വിട്ടു. പുണ്യനബി പിന്നില്, അബൂബക്കർ തങ്ങൾ പിന്നില്, അൻസാറുകൾ പിന്നില്, ദഫ്മുട്ടിയ കുട്ടികൾ അതാ ഖസ്വ നടക്കാൻ തുടങ്ങി. എന്തോ ഒരു ചന്തമായിരിക്കും അതിന്. കണ്ണൊന്നു ചിമ്മിയായി മദീന സാക്ഷ്യം വഹിച്ച മനോഹരമായ പ്രഫുല്ല മനോഹരമായ ചേതോഹരമായ രംഗമായിരിക്കും അത്. ഖസ്വ കുണുങ്ങി നടക്കുമ്പോ, ലോകത്തിന്റെ രാജകുമാരൻ പിറകിൽ നടക്കുമ്പോ, ആകാംക്ഷ മുറ്റി നിന്ന മദീനയുടെ ഓരോ വീടിന്റെ മുന്നിലൂടെ ഖസ്വ കുണുങ്ങി കുണുങ്ങി നടന്നു പോകുന്നു. ഒരു നിമിഷം അതാ ഖസ്വ നിന്നു. കോരിത്തരിച്ചുപോയി യസ്രിബിന്റെ മണ്ണ്. അൻസാറുകൾ ഞെട്ടിപ്പോയി. ഖസ്വ തന്റെ മുഖമൊന്ന് തിരിച്ചു. പിറകിലേക്കെന്ന പോലെ പുണ്യനബിയെ നോക്കി. ആദരവായ റസൂലുള്ളാന്റെ മുഖകമലങ്ങളിൽ ആ പുഞ്ചിരി വീണ്ടും വിരുന്നു വന്നു. ഖസ്വ തല തിരിച്ചു, കൈ അങ്ങ് മടക്കി, മുട്ടുകുത്തി വീണു. ഖസ്വ അത്ഭുതത്തോടെ ആളുകൾ നോക്കി. ആരുടെ വീടിന്റെ മുന്നിലാണ്? മഹാനായ സയ്യിദുനാ അബൂ അയ്യൂബുൽ അൻസാർ, മദീനയിലെ പരമദരിദ്രന്റെ വീടിന്റെ മുന്നില്, പാവപ്പെട്ടവന്റെ വീടിന്റെ മുന്നില് അല്ലാഹുവിന്റെ റസൂൽ അവിടെ താമസിക്കുകയാ. മദീനയുടെ ആകാശത്ത് രാത്രിയുടെ കരിമ്പടം വീണു. അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ വീട് മുകൾ ഭാഗം റൂഫുള്ള വീടാണ്, തട്ടുള്ള വീടാണ്. ഈ തപ്പനയുടെ മട്ടലുകൾ അടക്കി വെച്ചിട്ട് മദീനയിലെ ചെളിമണ്ണ് കുഴമ്പിത്തേച്ച് പിടിപ്പിച്ച തട്ടാണ്. ആഞ്ഞൊന്ന് ചവിട്ടിയാൽ നിലത്ത് പതിക്കുന്ന വീട്. അബൂ അയ്യൂബ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുകളിൽ താമസിക്കൂ നബിയേ. ഹബീബ് പറഞ്ഞു, ഇല്ല, ഞാൻ താഴെ കിടക്കുന്നത് സന്ദർശകർക്ക് സൗകര്യം ഇതാണ്. അന്നത്തെ രാത്രി അബൂ അയ്യൂബ് തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, ഉറങ്ങല്ല പെണ്ണെ, പാതിരാത്രി എപ്പോഴെങ്കിലും ഹബീബ് ഉണർന്നാൽ ഒന്നാമത്തെ വിളിക്ക് തന്നെ ഉത്തരം നൽകണം. രണ്ടാമത്തെ വിളിക്കുന്നതിന് മുമ്പ് പ്രവാചകന് ഇജാബത്ത് ചെയ്യണം. അതുകൊണ്ട് ഉറങ്ങരുത്. ഒരു മൂലയിൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ്. വീടിന്റെ താഴെ ലോകത്തിന്റെ ജേതാവ് ശാന്തമായി ഉറങ്ങുകയാണ്. 450 കിലോമീറ്റർ താണ്ടിയെത്തിയ വഴിദൂരത്തിന്റെ വല്ലാത്ത വൈഷമ്യതയിൽ ഉറങ്ങുമ്പോ, പാതിരാത്രി പിന്നിടുമ്പോ അബൂ അയ്യൂബ് തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, വല്ലാതെ ദാഹിക്കുന്നുണ്ട്, ഇത്തിരി വെള്ളം വേണം. താഴേക്കിറങ്ങി അബൂ അയ്യൂബ് തങ്ങളുടെ ഭാര്യ തോൽപാത്രവുമായി മുകളിൽ വന്നു. മർജാരപാദങ്ങളോടെ, നേരിയൊരു അനക്കം പോലും ഇല്ലാതെ, നേരിയൊരു ശബ്ദം പോലും രാജാവിന്റെ ഉറക്കത്തിന് വിഷമമാകും. അതുകൊണ്ട് പതുക്കെ നടന്നു വരുമ്പോ കൈയൊന്നു വഴുതി തോൽപാത്രം നിലത്ത് വീണു.
തോൽപാത്രത്തിന്റെ കെട്ടഴിഞ്ഞു, വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. ഞെട്ടിത്തെറിച്ചു പോയ അബൂ അയ്യൂബുൽ അൻസാർ മനസ്സിലാക്കി 2 മിനിറ്റ് കഴിഞ്ഞ വെള്ളം കിനിഞ്ഞിറങ്ങും ഇതിന്റെ ഉള്ളിലൂടെ. അഴുകിയ വെള്ളം, മലീമസമായ മണ്ണിന്റെ വെള്ളം പരിശുദ്ധ പ്രവാചകന്റെ ശരീരത്തിലാണ് വീഴാൻ പോകുന്നത്. അബൂ അയ്യൂബ് പ്രിയപ്പെട്ടവരെ, തന്റെ ശരീരത്തിലെ വസ്ത്രം ഊരിയെറിഞ്ഞു വെള്ളത്തിലേക്ക്. പടുതി വെള്ളമെടുത്തു മുക്കി ഈ പാത്രത്തിലേക്ക് പിഴിയുകയാണ്. സുബഹി വരെ ഒരു തരി വെള്ളം ഒഴുകിപ്പരക്കാതിരിക്കാൻ സുബഹിയുടെ തൊട്ടു മുമ്പേ ആദരവായ റസൂലുള്ളാഹി വിളിച്ചു, അബൂ അയ്യൂബേ തആൽ, വരൂ അബൂ അയ്യൂബേ. മിണ്ടുന്നില്ല. രണ്ടാമത്തെ വിളി, മിണ്ടുന്നില്ല. മൂന്നാമത്തെ വിളി, മിണ്ടുന്നില്ല. ഒടുവിൽ അബൂ അയ്യൂബ് തങ്ങളുടെ ഭാര്യ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ അയ്യൂബ് വരില്ല നബിയേ, അവർക്ക് വരാ പറ്റൂല്ല നബിയേ. ഊരല്ലൂരിലെ സുഹൃത്തേ, സഹോദരന്മാരെ, ഒന്നാമത്തെ വിളിക്ക് ഉത്തരം നൽകാൻ കൊതിയോടെ കാത്തിരുന്ന അബൂ അയ്യൂബ് വരാതിരിക്കാൻ കാരണമെന്താ? ഒരൊറ്റ വസ്ത്രമാണ് അബൂ അയ്യൂബ് തങ്ങൾക്കുള്ളൂ. അതാണ് മള്ളത്തിൽ കുഴഞ്ഞ് ചെളി പുരണ്ട് കുഴഞ്ഞ് നനഞ്ഞു കിടക്കുന്നതാ. രണ്ടാമത്തെ ഒരു വസ്ത്രമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. ഞാൻ എങ്ങനെയാണ് ഇത് നിങ്ങളോട് പ്രസംഗിക്കുക? ബഷീർ പൈസയ്ക്ക് എത്ര വസ്ത്രമാ? കേൾവിക്കാരെ, നിങ്ങളുടെ അലമാരയിൽ എത്ര ഇസ്തിരിയിട്ട് ഒതുക്കി വെച്ച വസ്ത്രമാ? സഹോദരിമാരെ, മാറി മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച എത്ര വസ്ത്രങ്ങളോ നമ്മൾ അടക്കി വെച്ചത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനയിലെ പരമ ദരിദ്രനെ കണ്ടോ? അവിടുന്ന് പിന്നീട് പറയുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബന്റെ വീട്ടിൽ താമസിച്ച ദിവസമാ. എന്റെ വീട്ടിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ തവണ വിളിക്കുമ്പോ മറുപടി കൊടുക്കാൻ ഉടുതുണിക്ക് മറുപടിയില്ലാത്ത ദരിദ്രനായില്ലേ? സങ്കട കണ്ണീര് പൊട്ടിയ അബൂ അയ്യൂബ് തങ്ങളുടെ വീടിന്റെ അന്നത്തെ രാത്രി പുലരുകയാണ്. മദീനയുടെ കിഴക്കൻ ചക്രവാളത്തിൽ ഉഷസ്സുണരുകയാണ്. പ്രഭാതമായി ഇസ്ബിന് അബ്ദുസലാം ഓടി വന്നു. ജൂത പണ്ഡിതൻ, അൻസാറുകൾ വരി വരിയായി വന്നു നിന്നു. പരിശുദ്ധ പ്രവാചകൻ ഇന്ററാക്ട് ചെയ്യുകയാണ്, മദീനക്കാരോട് പ്രൊപ്പഗേഷൻ ചെയ്യുകയാ. അതാണ് പറയാൻ പോകുന്നത്. എന്താ? 4 കാര്യങ്ങൾ. ഒന്ന്, പുണ്യനബിയുടെ ചുണ്ടുമൊഴിഞ്ഞു, നിങ്ങൾ ഭക്ഷിപ്പിക്കണമേ ഖാല റസൂലുള്ളാഹി. ഇതൊക്കെ അതിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? മോമിനിങ്ങളെ കൈ ഇങ്ങനെ പിടിക്കെല്ലാരും. KCR-ലുള്ളവർ പിടിക്കണ്ട. ഉറക്ക ആമീൻ പറ. എന്തോ ട്വിസ്റ്റ് ഉറക്ക പറയുന്നു. ആ ബാക്കിലുള്ളവരൊന്നും പറയുന്നില്ല. ഉറക്കൊരാമീൻ പറ. നിങ്ങൾ ഇങ്ങനെ ആമീൻ നിലവിളിച്ചിട്ട് എന്താ കാര്യം? പിന്നിലുള്ള വാപ്പാരൊന്നും പറയണില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കണമേ. ആമീൻ. ഓ എന്റെ മാണിക കരിങ്കല്ലുകളെ, എന്താ നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചാൽ മതിട്ടോ. ഇത് പറയാത്തൊരു രസം ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മതപ്രസംഗം എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആണ്, ചെവിയുടെ ആനന്ദമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ഒന്നും ഇവിടെ ഇല്ല. ചെവി മാത്രമേ ഉള്ളൂ. നിങ്ങളെ മരിച്ചു പോയവർക്ക് ദീർഘായുസ് കൊടുക്കണേ എന്ന് ഞാൻ തോരുന്നത്. അപ്പോഴാണ് ആമീൻ പറഞ്ഞത്. മരിച്ചു പോയവർക്ക് എന്തൊട്ട് ദീർഘായുസ്? അള്ളാഹു മരിച്ചു പോയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇനി കുടുങ്ങരുതിട്ടാ, ഇനി കുടുങ്ങ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ ബാക്കിലുള്ളവർ പറയാൻ മനസ്സിലാകുന്നില്ലേ? പുണ്യനബി ആദ്യമായി പറഞ്ഞ അത്തഴമുത്താം, നിങ്ങൾ ഭക്ഷിപ്പിക്കണമെന്ന
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ യാചക നിരോധിത മേഖലയായി പഞ്ചായത്തുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വേണ്ടില്ല, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാ? അരിക്കുളം. ഈ അരിക്കുളം പഞ്ചായത്ത് യാചക നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചോ? ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് പ്രഖ്യാപിക്കും. നമ്മൾ ഭയങ്കര സ്വാർത്ഥന്മാരാണ് കേട്ടോ മോമിനികള്, ഭയങ്കര സ്വാർത്ഥന്മാര്. അല്ല, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു വേറെ കാര്യം. അത് ഒരു 2% പ്രശ്നമാണ് മോമിനിങ്ങളെ. ഫേക്ക് ന്യൂസ് അടിച്ചു വിടുകയാണ് നമ്മുടെ ആൾക്കാർ. വാട്സപ്പിൽ ഇതാ ഇവിടുന്ന് ഒരു കുട്ടിയെ പിടിച്ചു, ചുമ്മാ ഫേക്ക് ന്യൂസ് അടിച്ചു വിടുക. എന്നിട്ട് ആൾക്കാർ പറയണേ യാചക നിരോധ മേഖല. എന്താ കാരണം? നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഒരാൾ വന്നു നിന്നാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരാൾക്കൊരു 2 രൂപ എടുത്തു കൊടുത്താൽ നമ്മുടെ സാധനം അങ്ങോട്ട് പോവല്ലേ. ഒരു യാചകനെ കണ്ടാൽ അന്ന് നമ്മുടെ ലൈഫ് പോയി എന്ന് കരുതി തെറ്റിദ്ധരിക്കുന്ന അന്ധവിശ്വാസികളായി മുസ്ലിങ്ങൾ എന്തിനാണ് മാറിയത്? ഇസ്ലാം അന്ധവിശ്വാസത്തിന്റെ മതമല്ല, യാചകന് കൊടുത്താൽ ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ്. കള്ളന്മാർക്കല്ല, യഥാർത്ഥ യാചകന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കട നടത്തുകയാണ്, രാവിലെ തന്നെ തുറന്ന്. ഒരു ഹിന്ദു മിത്തോളജി ചിലപ്പോൾ അങ്ങനെ വിശ്വാസം ഉണ്ടാകാം, പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. എന്ത്? കട തുറന്നിടുമ്പോൾ ഒരാൾ യാചനയായി വന്ന് നമ്മൾ എന്താ പറയാ, തുറന്നിട്ടുള്ളൂ, അപ്പോഴത്തേന് അവന്റെ ഒരു ഒടുക്കത്തെ പിരിവ് നമുക്ക് കൊടുക്കൂല. നമുക്ക് അന്ധവിശ്വാസ. കൈനട്ടം കിട്ടണം. ആരാണ് നിങ്ങൾ ഈ കൈനട്ടം കിട്ടണം നിങ്ങളെ പഠിപ്പിച്ചത്? ആരാണ് ഇത് പഠിപ്പിച്ചത്? ആ ചോദിച്ച ആൾക്ക് ആദ്യം കൊടുക്കുന്നതാണ് ബറക്കത്ത്. അതിലാണ് ബറക്കത്ത് ഉണ്ടാവുക. നിങ്ങൾ അവനെ നിരാശനാക്കി വിട്ട് ഏതോ ഒരാളുടെ കൈനീട്ടം കിട്ടിയ ബറക്കത്ത് ഉണ്ടാവുന്ന അന്ധവിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കണ്ട. ആ ചോദിച്ചവനെ മടക്കി അയച്ച ബറക്കത്തില്ലാതെയോ. വീടിന്റെ മുമ്പിൽ രാജകം വരുന്നത് അശുഭ ലക്ഷണമായി സഹോദരിമാര് കാണരുത്. 40 കൊല്ലം മുമ്പേ, 970 മുമ്പേ എന്തായിരുന്നു ഊരള്ളൂരിലെ അവസ്ഥ എന്ന് വല്യാപ്പാരി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. മുളയുടെ പൂ കണ്ടോ ഒന്ന് കഞ്ഞി വെച്ച് കുടിച്ചൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുള എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ അറിയോ? ഇല്ല. അല്ല, മ്യൂസിയത്തിൽ പോയി കാണേണ്ടി വരും മുള. അതിന്റെ ഞാനും കണ്ടിട്ടില്ല, ഞാനൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ. അപ്പൊ മുളയുടെ പൂ കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ചു എന്ന്. വയനാട്ടിൽ നിന്ന് മുളവണ്ടി വന്നിട്ടുണ്ട്, കാളവണ്ടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഊരള്ളൂരിലേക്ക്. താമരശ്ശേരി ചുരമിറങ്ങിയിട്ട് വയനാട്ടിലെ മുളങ്കാടുകളിൽ നിന്ന്, ബത്തേരിയിലെ മുളങ്കാടുകളിൽ നിന്ന് ഈ മുളയുടെ പൂ വന്നിട്ടുണ്ട്. ചോദിച്ചു നോക്ക്, ഊരള്ളൂരിലെ വല്യപ്പാട് ചോദിച്ചു നോക്ക്. കറി വെക്കാൻ മത്സ്യമില്ല, ആഴ്ചയിൽ കോഴിയാ ഇല്ല. ഇന്ന് ശവായ പൊരിച്ച കോഴി ഇങ്ങനെ തിന്നടിച്ചു വിടുകയാണ്. കൊയിലാണ്ടി അങ്ങാടിയിൽ സന്ധ്യ മയങ്ങിയാൽ മുസ്ലിം ചെറുപ്പക്കാരൻ. ഞാനതിന് കുറ്റം പറയില്ല, അതിന്റെ ഗുണവും തെറ്റൊക്കെ നിങ്ങൾ തന്നെ ഇട്ടെടുത്തോ. അതിന് ഹറാമും ഹലാലും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ തകരച്ചെടി കൊണ്ടുവന്ന് കറി വെച്ച് കുടിച്ചൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് കല്യാണത്തിനാണ് പപ്പടം കിട്ടുക. എപ്പോഴാ പുതിയാപ്പിള വരിക എന്നറിയോ? നിങ്ങൾക്കറിയോ എപ്പോഴാ പുതിയാപ്പിള വരിക? 2 മണിക്ക്. 2 മണിക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 2 മണിയല്ല, രാത്രി 2 മണിക്കാണ് പുതിയാപ്പിള വരിക. പെട്രോമാക്സ് കത്തിച്ച് പിടിച്ച് ഷറാന്തൽ വിളിച്ചിട്ട് ഒരു മെച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മെച്ചം പെണ്ണുണ്ടോ. അപ്പൊ അതിന് കുട്ടികളൊക്കെ ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവും. നിക്കാഹ് കഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ മാതിരിയുള്ള കൂത്തല്ല, മനോഹരമായ മാപ്പിളപ്പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടിയിരുന്നു. അങ്ങനെ പാടിയിട്ട് ഈ ഭക്ഷണം കൊടുക്കുമ്പോ പുൽപ്പായ വിരിക്കും. 5-6 ആളുകൾ ഒന്നിച്ചിരിക്കും, കൂമ്പാരമായി ചോറിടും. ഓരോരുത്തരുടെ മുമ്പിൽ ചോറ് വിളമ്പൂല്ല. മുകളിൽ ഒരു തളമുണ്ടാക്കും, അതിലേക്ക് കറി വിളമ്പും. 100-700 ആളുകൾക്ക് ഒരു കോഴിയാണ് കറി വെച്ചത്. ഇന്നൊരു ചിക്കൻ 65 നമ്മൾ ഒറ്റക്ക് തിന്നില്ലേ? സൗദിയിലാണെങ്കിൽ ഒരു അൽബൈക്ക് ഒന്നിച്ച് കഴിക്കണില്ലേ? UAE KFC ഒന്നിച്ചടിക്കണില്ലേ? 500 ആളുകൾക്ക് ഒരു കോഴി ജ്യൂസ്. അങ്ങനെ ദരിദ്രത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ഊരള്ളൂരിൽ ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് പോയി. അള്ളാഹു സമ്പത്ത് തന്നു, അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. ഇത് തന്നപ്പോ ഖലീഫത്തുല്ലാഹിയാണ് നമ്മള്. സമ്പത്തിന്റെ ആത്യന്തികമായ ഖലീഫത്തുല്ലാഹിയാണ്. നിങ്ങൾ അംബാസഡർമാരാണ്, അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. അള്ളാഹുവിന്റെ പൈസ ചോദിക്കാൻ അള്ളാഹുവിന്റെ അടിമ വരുമ്പോ തരില്ലെന്ന് പറയാൻ
ഏത് നിയമമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? മുഅ്മിനീങ്ങളെ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും, അത് ഭയങ്കര പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പണ്ട് പള്ളിയിലൊക്കെ ഒരു മുസാഫിർ വന്നാല് ആളുകൾ ഇങ്ങനെ പിടിച്ചു വലിക്കും, നിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ, നിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞ്. ഇന്ന് മുസാഫിർ വന്നാല് ഇവിടെയാണ് മുസാഫിറെങ്കിലും ളുഹർ കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ മറുഭാഗത്ത് വാതിലൂടെ നമ്മൾ മടങ്ങിപ്പോകും. കാരണം അവനെ വിളിച്ചൊരു പ്ലേറ്റ് ചോറ് കൊടുക്കേണ്ടി വന്നെങ്കിലോ. അഹങ്കാരിയല്ലേ മുസ്ലിമേ, അഹങ്കാരമല്ലേ മുസ്ലിമേ. കൂട്ടുകുടുംബങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് 2-3 മാസം കൂടുമ്പോ ഒരു സദ്യ കൊടുക്ക്, ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുന്നു. ഊഷ്മളമായ ഒരു ബന്ധം, ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യട്ടെ കുടുംബങ്ങൾക്കിടയിൽ. 3 മാസം കൂടുമ്പോൾ നല്ല പണക്കാരൊക്കെ അല്ലേ ഇവിടെ. ഇനി പണമില്ലെങ്കിലും ഏറ്റവും അടുത്ത കുടുംബക്കാരെ, നാട്ടുകാരൊക്കെ വിളിച്ച് വെറുതെ ഒരു സദ്യ കൊടുക്കും. ഈ വെറുതെ വേണ്ട, ഒരു മൗലൂദ് ഓതിക്കോളൂ, കിടക്കട്ടെ ഇവിടെ ഒന്ന്. ഈ മൗലൂദുകളൊക്കെ വീട്ടിലുണ്ടായത് അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ്. ഈ കൂടിച്ചേരലുകൾ ഇന്ന് അതൊന്നുമില്ല. ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കണേ. എന്തുട്ട് കല്യാണിസ്റ്റാ, 12 മണിക്ക് കയറി ചെല്ലിട്ട. നമ്മള് സ്ഥിരിട്ട് ഷർട്ടൊക്കെ ഇട്ട് ചേർച്ചില്ല 12 മണിക്ക്. അമ്മയുടെ മകളാവും ചിലപ്പോ കല്യാണം. നമ്മുടെ ബിരിയാണി കഴിക്കും, തിരിച്ചു പോകുമ്പോ ബിരിയാണിയിൽ ഉപ്പില്ലട്ടാ, സലാം പോലും അറിയാം. പിന്നെ ഒരു കാര്യം മറക്കൂല, വീഡിയോ ക്യാമറ പിടിക്കണ്ട അതിന്റെ മുമ്പിൽ നിൽക്കും. കാരണം ആൽബത്തിൽ നമ്മൾ വന്നു എന്ന് തെളിയിക്കണല്ലോ. ഇതാണ് നമ്മുടെ കല്യാണം. ബന്ധമില്ല, ഊഷ്മളമായ അടുപ്പങ്ങളില്ല. ഭക്ഷിപ്പിക്കണമേ മുഹമ്മദ് മുസ്തഫ. അതിഥികൾക്ക് ആർഭാടമില്ല എന്നാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നോ, അയാൾക്ക് വേണ്ടി നിങ്ങൾ സദ്യ ഒരുക്കുമ്പോ അതിൽ ആഡംബര എന്ന് വെച്ചാൽ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ അറബികള് ആടിനൊക്കെ പൊരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ പറയും, മലയാളികൾ പറയും എന്തൊരു ധൂർത്താണ്. ശരിക്കും അങ്ങനെയല്ല, അതിഥികൾക്ക് ആഡംബരമില്ല എന്നാണ്. ഇനിയിപ്പോ ഇത് ധൂർത്ത് കാണിക്കാനുള്ള ഫത്വയ്ക്ക് എടുക്കണ്ട. അത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് വിലയിരുത്തുക. അപ്പൊ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ വലിയ താല്പര്യം കാണിക്കണം. ഇപ്പൊ ഉസ്താദുമാർക്കൊക്കെ ഇപ്പൊ പൈസ കൊടുക്കുകയാണ്. അല്ല, ഈ ഭക്ഷണത്തിന് ഇവിടെ എങ്ങനെ സിസ്റ്റം എന്ന് എനിക്കറിയില്ല. 500 രൂപ 200 രൂപ കൊടുക്കും. നിങ്ങൾ ഒരൊറ്റ റുപ്യം കൊടുക്കണ്ട. 50 രൂപക്ക് കിട്ടുന്ന ഒരു സദ്യ വെച്ചാലും കുഴപ്പമില്ല. ഒരു പുളി വെച്ച് കൊടുത്താലും ശരി, വീട്ടിൽ വെച്ച് കൊടുക്കുന്നതിനാണ് ബർക്കത്ത്. നമ്മൾ പള്ളിയിൽ ദിക്ർ മജ്‌ലിസിലൊക്കെ പഴം വാങ്ങിക്കൊടുക്കും, അലുവ വാങ്ങിക്കൊടുക്കും. കടക്കാരനോട് ദേഷ്യപ്പെടണ്ട. അതിനേക്കാ ബർക്കത്ത് നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇന്നത്തെ മരുമക്കൾക്ക് പറ്റയിട്ടാണ്. ദേഷ്യപ്പെടണ്ട, എറിയണ്ട, പറ്റയിട്ടാണ്. വീട്ടിൽ ബർക്കത്ത് പോയി, കടക്കാരനാണ് ബർക്കത്ത് കിട്ടുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? കാരണവന്മാര് പറയും ശരിയല്ലേ, ശരിയല്ലേ? വേണ്ട. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം ഇസ്ലാമിക ചരിത്രത്തിലെ കഥന നിർഭരമായ കൊലപാതകമാണത്. ഖലീഫ ഖുർആൻ ഓതുകയാണ് ഒരു പുലരിയിൽ. സുബൈക്ക് ശേഷം ശത്രുക്കൾ ഇരച്ചു കയറി. അവരിൽ മുസ്ലിങ്ങളുമുണ്ട്, മുനാഫിക്കീങ്ങളായ മുസ്ലിങ്ങൾ. ഉമർ തങ്ങളുടെ വധത്തിന്റെ കാരണക്കാരനായ കൊലപാതകിയെ പിടിക്കുന്നതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലംഭാവം കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ശത്രുക്കളുടെ പക്ഷത്ത് മുസ്ലിങ്ങളും ചേരുന്നത്. ഇരച്ചു കയറി വീടിന്റെ ഉള്ളിലേക്ക്. അവിടുന്ന് ഖുർആൻ ഓതുകയാ. ഈ തപ്പനയുടെ മടലെടുത്തിട്ട് സയ്യിദുനാ തങ്ങളുടെ ശിരസിലടിച്ചു. അവര് ആഞ്ഞു പ്രകരിച്ചു. മഹാനായ ഖലീഫയുടെ ശിരസിലേക്ക് ആഞ്ഞടിച്ചു. അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? പറഞ്ഞു തീർന്നതും അവരുടെ കയ്യിലുള്ള കടാര കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടിവയറ്റിലൊരു കുത്തങ്ക് കൊടുത്തു. ചോര ചീറ്റി ഒഴുകുമ്പോ അവിടെന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ കലാമാ, ഖുർആനാ, ഇതിലെന്റെ മലിനമായ രക്തം വീഴരുത്. പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് അതിലേക്ക് രക്തം ചീറ്റി ഒഴുകി. തന്റെ ഷോള് കൊണ്ടൊന്ന് തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. അതിന്റെ മുമ്പേ വീണ്ടും വീണ്ടും തുരുതുരാകുത്തുകയാണ് അടിവയറ്റിലേക്ക്. മുസ്ലിങ്ങളായ മുനാഫിക്കീങ്ങൾ അവരുടെ ഖലീഫ
കൊല്ലുന്ന വേള അവിടുന്ന് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അലസ്തും തഅലമൂൻ അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഗുഫിറ റൂമാ ഫലഹുൽ ജന്ന. ആരാണ് റൂമ എന്ന കിണർ കുത്തിയിട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത് അവർക്ക് സ്വർഗമുണ്ട്. മുഹമ്മദ് മുസ്തഫ. ഞാനല്ലേ കിണർ കുത്തി ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നത്? അമുസ്ലിങ്ങൾ മാത്രമല്ല, സംഘത്തിൽ മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്റെ വചനം പറയേണ്ടി വന്നത്. അമുസ്ലിങ്ങളാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ സ്വർഗത്തിൽ കടക്കുമെന്നതിന് അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ കിണർ കുത്തി ജനങ്ങൾക്ക് വെള്ളം കൊടുത്തയാളാ. ഊരള്ളൂരുകാരെ, അവിടെ നിന്ന് എന്തൊക്കെ പറയാമായിരുന്നു, ക്വാളിറ്റി, സവിശേഷത, മഹത്വം എന്തൊക്കെ പറയാനുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ കല്യാണം കഴിച്ച മരുമകനല്ലേ, എന്തിനാ എന്നെ നിങ്ങൾ കൊല്ലുന്നത്? പറഞ്ഞിട്ടില്ല. ഞാനല്ലേ നിങ്ങളുടെ ഖലീഫ, പറഞ്ഞിട്ടില്ല. ഞാനല്ലേ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാൻ, പറഞ്ഞിട്ടില്ല. ഞാനല്ലേ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖബർ കണ്ട കരയുന്ന മഹാൻ, പറഞ്ഞിട്ടില്ല. ഞാനല്ലേ നിങ്ങളിൽ ഏറ്റവും സദഖ ചെയ്ത മഹാൻ, പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ വാക്കെന്താ? ഒരു ജീവകാരുണ്യ പ്രവർത്തനമാ, ഒരാൾക്ക് വെള്ളം കൊടുത്ത പ്രവർത്തനമാ, ഒരാളുടെ ദാഹം തീർത്ത പ്രവർത്തനമാ. ആധുനിക മുസ്ലിമേ, ആരാധനകളുടെ എവറസ്റ്റ് കൊടിമുടി കയറിയിട്ട് കാര്യമില്ല മുസ്ലിമേ, കാര്യമില്ല പൊന്നുമ്മ. ഒരാൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ കഴിയാത്ത, ഒരാൾക്കൊരു അരി ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അഹങ്കാരത്തിന്റെ ഇബാദത്ത് ലഹാ യദ്ഖുലുൽ ജന്ന. കടക്കില്ല മുത്തേ, സ്വർഗത്ത് കടക്കൂല കേട്ടോ. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്. മുസ്ലിങ്ങളോട് മാത്രമല്ല, അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും ആദരിക്കണമേ, നീ റെസ്പെക്ട് ചെയ്യണമേ. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ പിരിച്ച് ബിരിയാണി തിന്നുന്ന ഊരള്ളൂരിലെ മുസ്ലിമേ, നിന്റെ തഹജ്ജുദ് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ജുമുഅ അല്ലാഹ്ക്ക് വേണ്ട. ഈ നാട്ടിലൊരു മാധവൻ കുട്ടിയുടെ വീട്ടില് അന്നമില്ലെങ്കില്, പട്ടിണിയാണെങ്കില്, നിന്റെ വീട്ടിലെ മട്ടൻ ബിരിയാണി ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ട് നമ്മൾ കാണണം. അല്ലാഹു അങ്ങനെ ഒരു വിചാരം നമുക്ക് നൽകുമാറാകട്ടെ. കണ്ടില്ലേ നിങ്ങള്, അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മക്കയിൽ തവാഫ് ചെയ്യുമ്പോ അവിടുന്ന് കുറച്ചൊന്ന് മയങ്ങിപ്പോയപ്പോ ഒരു സ്വപ്ന ദർശനമുണ്ടായി. എന്താണ് ആ സ്വപ്ന ദർശനം? എന്താണ് ആ സ്വപ്ന ദർശനം? ഇന്നിവിടെ ഹജ്ജ് ചെയ്ത ഒരാളുടെയും ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഒരാളുടെ സ്വീകരിച്ചു, അയാൾ ഇവിടെ വന്നിട്ടുമില്ല, യാത്ര പോയില്ലേ. ഏതാണ് നാട്? ഡമസ്കസ്. ഡമസ്കസിലേക്ക് പോയില്ലേ അബ്ദുല്ലാഹിബ്നു മുബാറക്? ആരാണ് ആ മനുഷ്യനെന്ന് അന്വേഷിച്ചു. സ്വപ്നത്തിൽ പറഞ്ഞു കേട്ട മുവഫക്കിനെ അന്വേഷിച്ചു. അത് ഡമസ്കസ് അങ്ങാടിയുടെ കാനക്ക് മുകളിൽ നിന്ന് ചെരിപ്പ് കുത്തുന്ന മഹാനായ മുവഫഖ് റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, മുവഫഖ്, നിങ്ങൾ എന്ത് പുണ്യ ചെയ്തത്? നിങ്ങൾ എന്ത് പുണ്യ ചെയ്തത്? എന്ത് പുണ്യം? എന്തൊട്ട് പുണ്യം? നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചല്ലോ. അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് പുണ്യമാ നിങ്ങൾ ചെയ്തത്? മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, എത്രയോ കാലമായി ഹജ്ജിന് വേണ്ടി കൊതിച്ചയാളാ, പോകാൻ വേണ്ടി ഞാൻ ഒരു ഭരണിയിൽ പൈസ ഇടുന്നയാളാ. ഈ കൊല്ലം മക്കത്ത് പോകണം, പരിശുദ്ധ റൗളയെ കാണണം, പുണ്യ നബിയെ കണ്ട് റൗളയിൽ സലാം ചെല്ലണമെന്ന് കൊതിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പക്ഷെ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. പറയൂ മുവഫഖേ, എന്താണ് ആ സംഭവം? അപ്പൊ പറഞ്ഞു, ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോ
എന്റെ ഭാര്യ ഗർഭിണിയുള്ള സമയമാ. പൊട്ടിക്കരഞ്ഞു എന്റെ ഭാര്യ എന്നോട്, ഭർത്താവേ, നമ്മുടെ അയൽവാസികൾ എന്ത് ക്രൂരന്മാരാ, അവരെന്ത് ദ്രോഹികളാ, എന്താ പെണ്ണ്? അപ്പൊ പറഞ്ഞു, അവിടെ ഇന്ന് മാംസം വെച്ചിട്ടുണ്ട്, അതിന്റെ മണം ഇങ്ങനെ വന്നപ്പോ എനിക്ക് വല്ലാത്ത കൊതി തോന്നി. അത് സഹോദരിമാർക്കറിയാം. ഗർഭാവസ്ഥയിൽ കഴിക്കാനുള്ള മോഹങ്ങളെ കുറിച്ച് ഞാൻ കുറെ നേരം കാത്തിരുന്നു. ഒരു കഷ്ണം ഇറച്ചിയെങ്കിലും ലഭിക്കുമോ എന്ന് കരുതിയിട്ട് തന്നില്ല. ഞാൻ പിന്നെ തീ വാങ്ങാൻ എന്ന പേരിൽ എവിടെ ഒന്ന് ചെന്നു. തീ ചോദിച്ചു, തീ തന്നു. അപ്പോഴെങ്കിലും ഒരിത്തിരി കറി തരുമെന്ന് ഞാൻ കരുതി. വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് തീ ഞാൻ കെടുത്തി. രണ്ടാമതും ഞാൻ പോയി. അപ്പോഴും തീ തന്നു, ഇറച്ചി തന്നില്ല. തിരിച്ചു വന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാനൊരു ദരിദ്രനല്ലേ, ഞാനൊരു ചെരുപ്പ് കുത്തിയല്ലേ, കിട്ടുന്ന ദുർഗമ കൊണ്ട് ദീനാറ് കൊണ്ട് അഷ്ടിക്ക് വക കണ്ടെത്തുന്ന പാവപ്പെട്ടവനല്ലേ. ഞാൻ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് വാതിൽ മുട്ടിയപ്പോ അവിടത്തെ വിധവയായ ആ പെണ്ണ് പുറത്തേക്ക് വന്നു. എന്നോ ഭർത്താവ് മരിച്ച പെണ്ണ്. എന്റെ സകല ദ്വേഷത്തോടെ ഞാൻ ചോദിച്ചു, പെണ്ണ്, നീ മുസ്ലിമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ തീന് വന്നില്ലേ? വന്നു മൂവഫക്കെ. വന്നത് എന്തിനാണെന്ന് അറിയുമോ നിനക്ക്? രണ്ടാമത് വന്നപ്പോ മനസ്സിലായി മൂവഫക്ക്. പിന്നെന്തേ ഒരു തരി ഇറച്ചി നിങ്ങൾ നൽകിയില്ലല്ലോ? ഇത് ക്രൂരതയാ. ഇത് പറഞ്ഞത് ആ പെണ്ണ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മൂവഫക്ക്, ക്ഷമിക്കൂ മൂവഫക്ക്, എന്താണ് സംഭവമെന്ന് ഞാൻ പറയാ. 3 ദിവസമായി എന്റെ മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല. അനാഥ മക്കളാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഭർത്താവില്ല എനിക്കെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഭക്ഷണമില്ലാതെ പട്ടിണിയായപ്പോ അതെ ഡാമസ്കസിന്റെ തെരുവീതിയിലേക്ക് പാതിരാത്രിയിൽ ഞാൻ ആളുകൾ ഉറങ്ങുമ്പോ ഇറങ്ങി നടന്നു മൂഫക്ക്. ചരിത്രത്തിൽ 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും ഒരു പശുവിനെയാണെന്നും ആടാന്നും കോഴിയാന്നും ഏതായാലും ശവമാണ് ലഭിച്ചത്. ചത്തുപോയ ശവമാണ് ലഭിച്ചത്. ശവം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കഴുകി ശുദ്ധിയാക്കി വേവിച്ചു, അത് കറി വെച്ചു. ഹറാമാ, പക്ഷെ മരിച്ചു പോകുമെന്ന് ഉറപ്പായ ശവം തിന്നാൻ അനുവാദമുണ്ട്. എന്നാലും അന്യവന്റെ ഹക്ക് തിന്നാൻ അനുവാദമില്ല കേട്ടോ. അതുകൂടി ഇടയിൽ ഓർത്തോ. നമുക്ക് നല്ല വിശപ്പുണ്ട്, ഇപ്പൊ മരിച്ചു പോകും. ഈ മതിലിന്റെ അപ്പുറത്ത് നല്ല നേന്ത്രവാഴ കൊലച്ച് പഴുത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും മരിക്കാൻ പോവല്ലേ, നല്ല ലക്ഷ്യമല്ലേ, മാർഗം കളവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അന്യവന്റെ വാഴപ്പഴം തിന്നാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. ചത്തുപോയാലും കുഴപ്പമില്ല, പക്ഷെ ശവമാണെങ്കിൽ കഴിക്കാം. ഞങ്ങളുടെ മക്കൾക്കത് ഹലാലാണ് മൂഫക്ക്, ശവമായതുകൊണ്ട്. പക്ഷെ നിന്റെ ഭാര്യക്ക് അനുവദനീയമല്ല. നിങ്ങളുടെ ഭാര്യക്ക് ഹറാമായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. പറയാൻ എനിക്ക് നാണക്കേടായതുകൊണ്ട് പറഞ്ഞില്ല. ഇത് കേട്ടപ്പോ ഞാൻ പൊട്ടിപ്പോയി. എന്റെ അയൽപക്കത്തൊരു മുസ്ലിം പെണ്ണും കുട്ടികളും പട്ടിണി കിടന്നല്ലോ എന്നാലോചിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചോടി. ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച എന്റെ ഭണ്ഡാരം ഞാൻ തകർത്തു. അതിലെ പൈസ വാരിയെടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, തെറ്റുപറ്റിയത് എനിക്കാണ് പെണ്ണേ. പട്ടിണി കിടക്കുന്ന നിങ്ങളെ ഞങ്ങൾ കണ്ടില്ല. ഹജ്ജിന് വെച്ച കാശാണ് പെണ്ണേ, നിങ്ങൾ കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുക്ക്, എത്ര കാലം വരെ വാങ്ങിക്കൊടുക്ക്. ഇത് പറഞ്ഞുകൊണ്ട് മുവഫക്കിരുന്ന് ചെരുപ്പ് കുത്തുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ട് ഈ കൊല്ലം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ച് അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ പറഞ്ഞു, മുവഫക്കെ, മക്കയിൽ ഹജ്ജ് ചെയ്ത ഒരാളുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചു. നിങ്ങൾ മക്കയിൽ പോയിട്ടുമില്ല. മുഅ്മിനേ, കണ്ടോ നിങ്ങള്, ഒരാളുടെ അഷ്ടിക്ക് വക കണ്ടെത്തിയതാണ് ഇസ്ലാമിലെ പുണ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയേ. അതിൽ നമുക്ക് വീട്ടിൽ നല്ല ബർക്കത്തുണ്ടാവും. ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഫുഡ് കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സഹോദരിമാരാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്.
ഒരു ദിവസം ഒരാൾക്കെങ്കിലും കൊടുത്തു എന്ന് നമുക്ക് ഉറപ്പ് വരാൻ ഒരാൾ വന്നെങ്കിൽ നിങ്ങൾ അരി ഇടുമ്പോ ദ്വയരക്കണം. ഇൻഷാ അല്ലാഹ് പറയേ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയില്ല, നിങ്ങൾ തീറ്റക്കാരല്ലേ. അവരോട് പറഞ്ഞു അരി ഇടുമ്പോ അവര് മനസ്സ് കരുതുണ്ടാവും. പിന്നെ ഒന്ന് പോസ്റ്റാ ആട്ടിലേക്ക് കൊടുക്കാനില്ല. എന്റെ പുതിയാപ്പിളുണ്ടായി. പുതിയാപ്പിളക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ? പുതിയാപ്പിളക്കോ കുട്ടികൾക്കോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ? ഞാൻ ആ വിഷയം വിടുന്നു. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാം വർദ്ധിപ്പിക്കണമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങൾ നന്നായി കേൾക്കണം കേട്ടോ. ഒരു ഡെമോ ചെയ്യാൻ പോവാണ്. കയ്യിലുള്ള മൊബൈൽ ഫോണൊക്കെ എല്ലാവരും കീശയിലിട്. കീശയിലിടൂ. മൊബൈൽ കയ്യിലിന് കീശയിലിട ഒരു ആവശ്യത്തിനാ. അതായത് നോക്കൂ, ആരുടെ കയ്യിൽ മൊബൈൽ ഫോണില്ലല്ലോ? ഉണ്ടോ മുഅ്മിനീങ്ങളെ? നോണ പറയലട്ടെ, പറ്റിക്കല്ലേട്ടാ. ഉണ്ടാ? അല്ല, മൊബൈൽ വന്നെടുക്കാനല്ല, അതല്ല കുഴപ്പം. ഇപ്പൊ ഒരു ആവശ്യമുണ്ട്. അതായത് സലാം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. സലാം പറഞ്ഞാൽ മാത്രം പോരാ, കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഓൺലൈനിലുള്ളവർക്ക് ഇപ്പൊ കാണാൻ പറ്റുണ്ടാവില്ല. ക്യാമറ ഉണ്ട്, നോക്കൂ. ഇതിന്റെ അടുത്ത കൈയല്ലേ? അല്ലേ? അൽത്ത കയ്യാ? ഈ വിരലിന്റെ ഇവിടെ ഒരു മാഗ്നറ്റിക് പവർ അല്ലാഹു സുബ്ഹാനഹു വ ജല്ല നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഈ വിരലിന്റെ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇത് മുസാഫഹത്ത് ചെയ്യുമ്പോൾ തമ്മിൽ ഈ മാഗ്നറ്റിക് പവർ തമ്മിൽ കൂട്ടിമുട്ടും. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. മുഅ്മിനീങ്ങളെ, നഖം വെട്ടേണ്ടത് എവിടെ നിന്നാണ്? അപ്പൊ ഇതൊക്കെ വയലിൽ പറയോ എന്നുള്ളതൊന്നും വയലിൽ പറയില്ലോ, നഖം വെട്ടലൊക്കെ. എന്നാലും നമ്മുടെ വയലിൽ ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായിക്കോളി. നഖം വെട്ടേണ്ടത് എവിടെ നിന്നാണ്? ഒന്ന് ഉറക്കെ പറയിച്ചാ എന്തൂട്ടത്? വലത്തെ കയ്യിൽ നിന്നാണ്. എന്നാലല്ലേ സുന്നത്ത് കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ ഈ ചെറുവിരൽ മുതലല്ലേ ആരംഭിക്കേണ്ടത്? ആന്ന് ഉറക്കെ പറയേ, ഒന്നുകൂടി ഉറക്കെ പറയേ. എന്നാ അല്ല. ആര് പറഞ്ഞു? പറഞ്ഞ താങ്ക് യു. എന്നാ തള്ളവിരൽ മുതലല്ലേ? ഇത് തമാശ അല്ലട്ടാ, കാര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇസ്ലാം മൈന്യൂട്ടായ കാര്യങ്ങളിൽ വരെ ഇസ്ലാം അതിന്റെ പ്രവാചക സുന്നത്തുണ്ട്. ഇത്തിബാഉ സുന്ന. വെറുതെ നഖം വെട്ടിയ അള്ളാന്റെ ദുനിയാവിൽ കൂലിയിട്ടില്ലട്ടാ, പടച്ചൊരത് കൂലിയിട്ടില്ലട്ടാ. സുന്നത്തായ വെട്ടൽ വെട്ടണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രയോ വെട്ടിണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞവരൊക്കെ ഇവിടുന്നല്ലേ വെട്ടിയത്. നാളെ മഹ്ശറയിൽ മീസാനിൽ തൂക്കുമ്പോ അള്ളാഹു റെക്കോർഡ് നൽകും. ആ റെക്കോർഡ് പരിശോധിക്കുമ്പോ നമ്മൾ പറയും, പടച്ചോന് എന്തുട്ടതിൽ നഖം വെട്ടി എന്റെ പ്രതിഫലം എഴുതിയിട്ടില്ലല്ലോ, എന്താ അഴിമതി കാണിക്കണ്? അള്ളാഹിനോട് നമ്മൾ ചോദിക്കും. ആ വാചകല്ലെങ്കിലും ചോദിക്കുന്നു. അപ്പൊ അള്ളാഹു പറയും, നീ നഖം വെട്ടിയിട്ടില്ല. എല്ലാ വ്യാഴാഴ്ച ഞാൻ വെട്ടിയെന്നല്ലോ. വെട്ടിയിട്ടില്ല, വെട്ടിന്ന് ഇല്ലാന്ന്. അവസാനം അള്ളാഹു പറയും, നീ വെട്ടിയത് എവിടുന്നാ? എവിടുന്ന വെട്ടിയത്? ഞാൻ ഇവിടുന്ന്. അപ്പൊ സുന്നത്തിന്റെ കൂലിയില്ല. അതായത് ഇന്നമല്ല അമാലു ബിന്നിയ്യത്തട്ടാ. നീയത്തും അതിന്റെ കൂലി കിട്ടുള്ളൂ. വെറുതെ നഖം വെട്ടിയ കൂലി കിട്ടില്ല. ഏതുമാതിരി ജനാപത്തുണ്ടായിട്ട് വെറുതെ കുളിച്ച കൂലി ശരിയാകൂല. ഇതൊക്കെ ഇപ്പൊ വയലിൽ പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിരിക്കോ? എന്നിട്ടോ പച്ച അറാം ഇങ്ങനെ വരിയായി ചെയ്യും. നമുക്ക് ഖബർ കേട്ടാ പോരെ? 2 കൊല്ലം മുമ്പ് എന്റെ ചാവക്കാട്ടിൽ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു, ജനാപത്ത് വിളിക്കുമ്പോ നീയത്ത് വെക്കണം, നീയത്ത് വെച്ചിട്ട് കൂലി ശരിയാവില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ വന്ന് പറയാം, നീയത്ത് വെച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? സത്യമായിട്ട് പറയട്ടെ, ഞാൻ നുണ പറയാറില്ല. ഇൽമിന്റെ മജ്ലിസിൽ എന്ന് പറയാം, നീയത്ത് വെക്കണം. ഞാൻ കല്യാണം കഴിച്ച് 10-20 കൊല്ലമായിട്ട് ഇതുവരെ നീയത്ത് വെച്ചിട്ടില്ല, കുളിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ പള്ളിയിൽ പോയത് ഹറാമല്ലേ? ഖുർആൻ ഓതിയത് ഹറാമല്ലേ? കുളിച്ചത് നീയത്ത് വെച്ച് ശരിയാകൂല. നീയത്ത് വെക്കണം. ഇപ്പോഴാവും ചിലപ്പോൾ നമുക്ക് ചിലവർക്കെങ്കിലും കത്തി ഉണ്ടാകുക. നമ്മൾ ഷവറിന്റെ അടിയിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ, പടച്ചവനെ ഞാൻ ജനാപത്ത് കുളിക്കുന്നു, നിസ്കാരത്താല, ഇതൊന്നും കരുതാതെ ചുമ്മാ കുളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ, നഖം എവിടുന്നാ വെട്ടേണ്ടത്? ഉസ്താദ്മാര് പറയണ്ട, ബാക്കിയുള്ളവർ പറയും. ഒന്ന് എല്ലാരും പൊക്കിക്കാണി വെട്ടേണ്ട വരല് കാണട്ടെ, കാണട്ടെ, കാണട്ടെ. മാഷാ അല്ലാഹ്, വരല് പൊക്കിയവരൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഒന്ന് പൊക്കിക്കാണി, അടുത്ത തുഴയ്ക്ക് വേണ്ടിട്ട് എല്ലാരും പൊക്കിക്ക.
ഇവിടുന്നല്ലേ? വലത്തെ കൈന്റെ ചൂണ്ടാണി വരലല്ലേ? അല്ലേ? അല്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതിന് ഉത്തരം പറഞ്ഞാൽ ഒരു ഉത്തരതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുകൊണ്ട് നബി പറഞ്ഞു? ഉത്തരം പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ ഞാൻ ലൈവായി ഇപ്പൊ സമ്മാനം തരും. ലോക ചരിത്രത്തിൽ മൊബൈൽ ഫോൺ സമ്മാനം കൊടുക്കണ പ്രഭാഷകൻ ഞാനായി രേഖപ്പെടുത്തട്ടെ. ഒരു മൊബൈൽ എന്റെ തരില്ല, അതൊരു തല്ലിപ്പൊളിയാണ്. സ്റ്റേജിലുള്ള ആരെങ്കിലും നല്ലത് ആണ്. മലബാറുണ്ടല്ലോ അവിടെ പോയാ മുങ്ങിയ ആരെങ്കിലും ഞാൻ വാങ്ങിത്തരാം, പറഞ്ഞോളൂ. ഒറ്റ മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. എനിക്കെന്ന് പറയും അത് കുഴപ്പമില്ല. അശ്വല്ല അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തരം തെറ്റാ. എന്നാലും പറഞ്ഞില്ലേന്ന് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകേണ്ടതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പറയേ നല്ലൊരു മൊബൈൽ നൽകാം. അല്ല സാസെന്ന് പറയട്ടെ, മുഅ്മിനീങ്ങൾ എന്താണ് കാരണം? നിങ്ങൾ അങ്ങനെ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇതിൽ ഉംറക്കോ ഹജ്ജിനോ പോയവരൊക്കെ കൈവന്നിച്ചാ കാണട്ടെ. നാണക്കെടൊന്നും വിചാരിക്കേണ്ട, നല്ല കാര്യമല്ലേ. ഉംറക്കോ ഹജ്ജിനോ പോയവരെന്ന് കൈവന്നിച്ചാ നാണക്കെടൊന്നുമല്ല, പൊക്കിക്കോ. ഓക്കെ, ഈ ഉംറ ക്ലാസ്സിലൊക്കെ പറയും നിങ്ങൾ നഖം വെട്ടണേ. അപ്പൊ ഉസ്താദ്മാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇവിടുന്ന് വെട്ടണം. അപ്പൊ നിങ്ങൾ ഇനി ചോദിക്കണം എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാ ഇല്ലേ? സംശയം ഉണ്ടാ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാ. നിങ്ങൾക്ക് സംശയമില്ലേ പിന്നെ എനിക്കാ. എന്നാലേ നാളെ ഫേസ്ബുക്കിൽ കയറിയിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് കിട്ടാം, ഞാൻ ഊരള്ളൂരുകാരനാണ്, എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് പറയേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വിരല് പൊക്കുണ്ട്. ഇവിടുന്ന് മുതലേ വെട്ടാൻ പറഞ്ഞ 1, 2, 3, 4, 5 ഇങ്ങനെയാണ് നഖം വെട്ടേണ്ട രൂപം. കാലിൽ അങ്ങനെയല്ല, കാലിൽ ചെറുവിരൽ മുതൽ ഇങ്ങോട്ടാ തുടങ്ങുന്നുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ നഖം വെട്ടാൻ തൗഫീക്ക് നൽകട്ടെ. എന്നാ നോക്കൂ, അത്തഹിയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ ഏത് വിരലാ ഉയർത്താറുള്ളത്? ഈ വിരൽ. എന്തുകൊണ്ട്? അടുത്ത മൊബൈൽ. എന്തുകൊണ്ട്? അതന്നെ ഞാനും പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഇത് പൊക്കണല്ലേ? ഇവിടെ പൊക്കാറില്ലേ? അത്തഹിയ്യാത്തില് എന്താ മിണ്ടാത്ത്? പൊക്കാറില്ലേ? അസ്സലാമു പൊക്കാറില്ലേ? എന്തുകൊണ്ട്? 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 എന്തുകൊണ്ട് എന്റെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്? കാക്ക പറക്കുമ്പോൾ എന്റെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്? മുഅ്മിനീങ്ങളെ, ഈ വിരലാണ് പൊക്കുന്നത്. ഇല്ലല്ലാ എന്ന് പറയുമ്പോ തള്ളവിരലല്ല, ഈ വിരലല്ല. പ്രഭാഷകന്മാര് ആജ്ഞാപിക്കുമ്പോ ഈ വിരൽ കൊണ്ടാണ് ആജ്ഞാപിക്കുന്നത്. അധ്യാപകന്മാർ ഈ വിരൽ കൊണ്ടാണ് അല്ലേ മുന്നറിയിപ്പ് നൽകുമ്പോ ഈ വിരലാണ്. ആളുകൾ അനുഗ്രഹിക്കുമ്പോ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. നോക്കൂ, ഈ വിരലിന്റെ താഴെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നിങ്ങൾ കൈ പിടിക്കുമ്പോ വേറൊരു സഹോദരന്റെ വിരലിന്റെ ഉള്ളിലുള്ള ഈ പവർ നമ്മുടെ പവറുമായി കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാനെ കാണുമ്പോ മകൻ സലാം പറഞ്ഞ് കൈ പിടിക്കണം. മകനെ കാണുമ്പോ വാപ്പ പറയണം. വീട്ടിൽ പോയി വിരുന്നു പോയി തിരിച്ചു വരുന്ന ഭാര്യ ഭർത്താവും മറത്തുണ്ടെങ്കിൽ സലാം പറഞ്ഞ് കൈ പിടിക്കണം. അതൊന്നും തെറ്റാണെന്ന അന്ധവിശ്വാസം നിങ്ങൾ ഈ പുഴയിൽ കൊണ്ടുപോയി വലിച്ചെറിയണം. ഉസ്താദുമാരോട് പറയാനുള്ള വാക്കാണ് സലാം എന്ന ധാരണ പൊളിച്ചെറിയൂ മുസ്ലിമേ. സലാം പറഞ്ഞ് കൈ പിടിക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പിടിക്കെല്ലാരും. ഞാൻ ഇപ്പൊ ഡെമോ കാണിച്ചു തരാം. ഞാനൊരു ഇന്ദ്രജാല വിദഗ്ധനും കൂടിയാണെന്ന് കരുതിക്കോളൂ. ഇങ്ങനെ പിടിക്കും. പറ്റുന്നവർ പിടിച്ചാൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഡെമോ ചെയ്തു തരാം. ആ മാഗ്നറ്റിക് പവർ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൂ. ഈ ചൂണ്ടാണി വിരൽ ഉയർത്തൂ. ഉയർത്തിയോ? ഇൻഷാ അല്ലാഹ് പറയും. ഇടക്കിടക്ക് ചോദിപ്പിക്കില്ല, സമയമില്ല.
ഉയർത്തിയോ? ഇനി ഈ ചൂണ്ടാണി വിരലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഈ അടിഭാഗത്ത് വെച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞു ഒരു ചാവി തുറക്കുന്നത് പോലെ ഒന്ന് തുറക്കൂ നിങ്ങൾ. പിന്നെ ഒരു ബിസ്മി ചൊല്ലി ഇവിടെയും തുറക്കൂ നിങ്ങൾ. പെട്ടെന്ന് 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 തുറന്ന. മുഅ്മിനീങ്ങളെ, എന്നോട് ശബ്ദം ഇടിപ്പിക്കല്ലട്ടാ. ഇനി ഒരു 11 തവണ നിങ്ങൾ ഇങ്ങനെ ആക്കൂ. യാ അല്ലാ യാ അല്ലാ എന്ന് പറഞ്ഞിങ്ങനെ ആക്കൂ. ഇപ്പൊ കാണിച്ചു തരാം ലൈവായിട്ട്. കൊട്ടണ്ട, ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. തമാശാക്കിയാൻ കുടുങ്ങൂട്ടോ, തമാശാക്കിയവരൊക്കെ കുടുങ്ങും. നിർത്തിക്കോളും. സത്യസന്ധമായി മറുപടി പറയും. തമാശാക്കിയാൻ പോയിട്ട് അവൻ ഔട്ട് ഓഫ് പിക്ചറാട്ടോ. പിള്ളേരുടെ ശരിക്കും ആത്മാർത്ഥത ചെയ്ത ആൾക്കാരെ മുഖം കണ്ടറിയാം. ഈ 11 തവണ ഇങ്ങനെ ആക്കിയപ്പോ ഇവിടെ ഇങ്ങനെ പൊള്ളക്കുന്നതായിട്ടോ ഇവിടെ പൊള്ളക്കുന്നതായിട്ടോ വേദന വരികയോ ഒരു അലാസ്റ്റിക് ബലം, ഒരു റബ്ബർ നീളുന്നത് പോലെയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? അതിങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെ ആർക്കെങ്കിലും തോന്നിയോ? ഒന്ന് കൈവന്നിച്ചാ താങ്ക് യു. ബാക്കിയുള്ളവർക്കൊക്കെ രക്തസമ്മർദ്ദം ഉണ്ട് കേട്ടോ, മനസ്സിലായ? നാളെ ഡോക്ടറെ പോയിട്ട് കൊയിലാണ്ടി പോയി ഡോക്ടറെ കണ്ടോളൂ. രക്തസമ്മർദ്ദം അള്ളാഹു കാക്കുമാറാകട്ടെ. അതൊന്നല്ല അവര് കാണിച്ചില്ല. അവരെന്താ കരുതരാ? പാപന്റെ ഒരു കൈ കാട്ടല്. നമ്മൾ ഭയങ്കര അഹങ്കാരികളാണ്. ഇങ്ങനെയൊന്നും വേൽ തൊട്ട് കാര്യമില്ല. ഞാനിപ്പോ എന്തിനാണ് കാണിക്കാൻ? വയ്യാന്ന്, എനിക്ക് വയ്യ. ഈ മയ്യത്ത് കട്ടല് കിടക്കുമ്പോഴേ കുളിപ്പിക്കുമ്പോണ്ടല്ലോ ഈ ചേമ്പ് നണ്ട് മയിര് ഇങ്ങനെ മാറി. അപ്പൊ അങ്ങനെ ബലം പിടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളെ, നീ വീട്ടിൽ പോയിട്ട് കാണിച്ചോളൂ. ഇപ്പൊ നാണക്കെട് വീട്ടിൽ പോയി കാണിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാര്യയും ഭർത്താവും വെള്ളം വെക്കാൻ വന്നവര് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇപ്പൊ ഭാര്യ പോയിട്ട് 11 തവണ ബെഡ് ഇങ്ങനെ കാണിച്ചാല് ഭർത്താവ് കരുതി ഇപ്പൊ പെണ്ണിന് വേളിന് പോകുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഭ്രാന്തായാലും അത് കരുതും, തിരിച്ചും കരുതും. ഓക്കെ, മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരു പവർ ഉണ്ട്. ഇന്ന് പോയിട്ട് നിങ്ങൾ ചെയ്തോ. സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണമേ. തഹാ റസൂലുള്ളാഹി. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു സലാം കൊടുക്കൂ. അസ്സലാമു അലൈക്കും കൈ കൊടുക്കൂ. വേഗം വേഗം വേഗം. അടുത്തിരിക്കുന്ന ആൾക്ക് അസ്സലാമു അലൈക്കും കൈ കൊടുക്കൂ. നിങ്ങള് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊടുക്കീന്ന്. പെണ്ണുങ്ങളൊന്നും അന്നങ്ങളില്ലല്ലോ, മാണിക്ക കാര്യം കല്ലുകളാണൊക്കെ. കൊടുത്തോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സലാം വർദ്ധിപ്പിക്കണമേ. മുഹമ്മദ് മുസ്തഫ എല്ലാരോടും പറയണം. ആദരവായ റസൂലുള്ള വീടിന്റെ ഉള്ളിലിരിക്കുകയാണ് മുഅ്മിനെ. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ സയ്യിദുനാ അലിയുൽ മുർത്തദ റളിയല്ലാഹു അൻഹു വരികയാണ്. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം. അതിന്റെ ഇടയിൽ ഈ സഹോദരന്മാര് ബക്കറ്റേറ്റ് വരുന്നുണ്ട്. കൊണ്ടിരിക്കും. 30 മിനിറ്റ് കൂടി ഉള്ളു ഇട്ട. ആർക്കെങ്കിലും നല്ല ധൃതി ഉണ്ടെങ്കിൽ ഇപ്പോഴും 30 മിനിറ്റ്, 31ാമത്തെ മിനിറ്റ് ഉണ്ടാവില്ല. അപ്പൊ തന്നെ 3 കാര്യം കൂടി പറയാനുണ്ട്. അത് ജീവിതത്തിൽ നമ്മളാണ്ട് മനസ്സിൽ മറക്കാതെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം. ഞാൻ ഇതിന്റെ എക്സ്പ്ലഷന്, അതിന്റെ വിശദീകരണങ്ങളൊക്കെ വിടുകയാണ്. മുഅ്മിനീങ്ങളെ, സ്പീഡിൽ പോവുക. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ ഉള്ളിലിരിക്കുമ്പോ മരുമകനായ അലിയുൽ മുർത്തദ റളിയല്ലാഹു അൻഹു വരികയാണ്. കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്. രണ്ടുപേരും വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അലിയാർ തങ്ങളുടെ നേരെ കൈ ചൂണ്ടി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ നേരെ കൈ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് സലാം പറഞ്ഞു. പിന്നെ പുണ്യനബി ചെയ്തതെന്താ? ഫാത്തിമ ബീവിയുടെ തോളില് ആദരവായ റസൂലുള്ളാഹിന്റെ കരതലം ഉയർന്നു. അതാണ് ഈ പൈസയുടെ പിരിച്ചാലുള്ള കുഴപ്പം. ഇങ്ങോട്ട് നോക്കിട്ട് നിങ്ങൾ നോക്കി. എന്റെ ശബ്ദം മാത്രം കേട്ടാ പോരാ, ഡെമോ കാണിക്കുന്നുണ്ട്. ഒരു കൈ ഫാത്തിമ ബീവിയുടെ മുതുകിൽ തോളിൽ വെച്ചു, ഇടത്തെ കൈ കൊണ്ട് തന്റെ മരുമകനെ പിടിച്ചു. വലഭാഗത്ത് ഫാത്തിമ, ഇടഭാഗത്ത് അലി. പുന്നാര നബിയുടെ ചെറുഞ്ചിപ്പഴം പോലെ തുടുത്ത ആദരപുടങ്ങള്
അല്ലാഹുവിന്റെ റസൂലിന്റെ റോസാദളം പോലെ മനോഹരമായ ചുണ്ടുകൾ ഫാത്തിമ ബിയുടെ കവിളിൽ ഉമ്മ വെച്ചു. വാവ്, അമേസിംഗ്. നമ്മൾ നമ്മുടെ കുട്ടികളെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? അടുത്ത വിഷയത്തിൽ അത് വരുന്നുണ്ട്. ചുംബിച്ചു ഫാത്തിമ ബിയുടെ. അലിയാരുടെ കവിളിൽ അമ്മോശനായ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കുവോ? മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കുവോ? പറയൂ, നടക്കുവോ? നമ്മുടെ മരുമകൻ വരുമ്പോ നമ്മുടെ അമ്മോശൻ അങ്ങനെയാണോ ചെയ്യുക? അല്ല, വീടിന്റെ ഉള്ളിലേക്കാണ് കയറിപ്പോവും. അല്ലെങ്കിൽ പത്രം വായിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. നമ്മൾ ഭയങ്കര സംഭവമല്ലേ. ഹബീബായ പ്രവാചകനാണ് ചുംബിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണമേ. 1 അത്അമുത്തആം, 2 അഫ്ശുസ്സലാം, 3 പുന്നാര നബി പറയുകയാണ് വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണമേ മുഹമ്മദ് മുസ്തഫ. ഈ വിഷയമാണ് ഗൗരവത്തോടെ നിങ്ങൾ അറിയേണ്ടത്. കുടുംബബന്ധങ്ങൾ ശിഥിലമായ ലോകത്ത് മക്കളും ബാപ്പയും തമ്മിൽ അലോസരമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്, അമ്മായിമ്മയും മരുമകളും തമ്മിൽ തല്ലാണ്, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തല്ലാണ്, നാത്തൂന്മാര് തമ്മിൽ പോരാണ്, കുടുംബക്കാർ തമ്മിൽ വഴക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ അഫ്ശുസ്സലാം അത്അമുത്തആം വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണമേ. ഞാൻ അതിന്റെ പ്രാഥമികമായ പ്രൈമറി തലത്തിൽ നിന്ന് മുന്നോട്ട് വരാം. ആദ്യം മക്കളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. മുഅ്മിനീങ്ങളെ, ധാരാളമായ പെൺകുട്ടികൾ അവരുടെ ഉപ്പാനെയും ഉമ്മാനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പ്രസംഗത്തിൽ പറയാറില്ല. ഞാനൊരു സൂചന നൽകുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ ചെറുപ്പക്കാര് ഫേസ്ബുക്കില് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത്, ഏതൊരു അമുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെയാവും പോയിട്ടുണ്ടാകുക, അയാളുടെയും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഈമാൻ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. വിഡ്ഢികൾ എന്നാണ് അവരെ കുറിച്ച് ചെറുതായി പറയാനുള്ളൂ. പമ്പര വിഡ്ഢികൾ എന്ന്. അതെന്താന്ന് ഞാൻ പറയാം. മുഅ്മിനേ കുട്ടികളെ സ്നേഹിക്കണമേ മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബ ബന്ധം നന്നാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ആദ്യം നന്നാകണം. എന്നാലാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുള്ളൂ. അല്ലാഹു നമ്മുടെ എല്ലാ പിഞ്ചു കുട്ടികളെയും നല്ല കുട്ടികളാക്കി തീർക്കുമാറാകട്ടെ.